ഇന്ത്യൻ വീടുകളിൽ ഒഴിച്ചുകൂടാനാവാത്ത സാന്നിധ്യമാണ് പാരച്യൂട്ട് വെളിച്ചെണ്ണ. തലമുറകളായി നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഉൽപ്പന്നം വെറും ഒരു വെളിച്ചെണ്ണ എന്നതിലുപരി വിശ്വാസത്തിന്റെയും ഗുണമേന്മയുടെയും പ്രതീകമായി മാറിയിരിക്കുന്നു. എന്നാൽ ഈ ബ്രാൻഡ് ഇന്നത്തെ നിലയിലേക്ക് വളർന്നു വന്നതിന് പിന്നിൽ ഒരുപാട് കഥകളുണ്ട്. വെല്ലുവിളികളും നൂതനമായ ആശയങ്ങളും കഠിനാധ്വാനവും നിറഞ്ഞ ഒരു വിജയഗാഥ. മാരിക്കോ എന്ന കമ്പനിയുടെ അഭിമാന ബ്രാൻഡായ പാരച്യൂട്ടിന്റെ സമ്പൂർണ്ണ ചരിത്രമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. പാരച്യൂട്ട് ബ്രാൻഡിന്റെ വേരുകൾ 1948 ഹർഷ് മാരിവാലയുടെ മുത്തശ്ശൻ വല്ലഭ്ദാസ് വസഞ്ചി സ്ഥാപിച്ച ബോംബെ ഓയിൽ ഇൻഡസ്ട്രീസിലേക്ക് നീളുന്നു. മുളക് വ്യാപാരത്തിലൂടെ മാരിവാല എന്ന പേര് നേടിയ കുടുംബം പിന്നീട് എണ്ണ വ്യവസായത്തിലേക്ക് തിരിയുകയായിരുന്നു. 1971 ഹർഷ് മാരിവാല കുടുംബ ബിസിനസ്സിൽ ചേരുമ്പോൾ ബോംബെ ഓയിൽ വലിയ തോതിലുള്ള ബിസിനസ്സുകൾക്ക് മാത്രമായി എണ്ണ വിൽക്കുന്ന ഒരു സ്ഥാപനമായിരുന്നു. പ്രധാനമായും 15 ലിറ്ററിന്റെ ടിന്നുകളിലാണ് വെളിച്ചെണ്ണ വിറ്റിരുന്നത്. ഇത് കുറഞ്ഞ ലാഭം മാത്രം ലഭിക്കുന്ന ഒരു സാധാരണ ഉൽപ്പന്നമായിരുന്നു. ഹർഷ് മാരിവാലയ്ക്ക് അക്കാലത്ത് ഒരു കാര്യം മനസ്സിലായി. കൊൽക്കത്തയിലെ ഷാലിമാർ എന്ന ബ്രാൻഡ് ചെറിയ പാക്കറ്റുകളിൽ വെളിച്ചെണ്ണ വിറ്റ് വലിയ ലാഭം നേടുന്നുണ്ടായിരുന്നു. അതുപോലെ നാഗ്പൂരിലെയും വിദർഭയിലെയും ചില വിതരണക്കാർ വലിയ പാക്കറ്റുകൾ വാങ്ങി ചെറിയ പാക്കറ്റുകളിലാക്കി വിറ്റ് കൂടുതൽ വരുമാനം നേടുന്നതും അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇത് അദ്ദേഹത്തിന് വലിയൊരു ഉൾക്കാഴ്ച നൽകി. ചില്ലറ വിൽപ്പന വിപണിയിൽ വലിയ സാധ്യതകളുണ്ടെന്ന്. പാരച്യൂട്ട് വെളിച്ചെണ്ണയ്ക്ക് അന്നും മികച്ച ഗുണമേന്മയുണ്ടായിരുന്നു. നല്ല തെളിച്ചവും ശുദ്ധിയും തേങ്ങയുടെ തനതായ സുഗന്ധവും അതിനുണ്ടായിരുന്നു. എന്നാൽ ബോംബെ ഓയിൽ 15 ലിറ്റർ ടിന്നുകൾ വിൽക്കുന്നതിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. ഹർഷ് മാരിവാല ചെറിയ പാക്കറ്റുകളുടെ സാധ്യത നേരിട്ട് മനസ്സിലാക്കാൻ നാഗ്പൂരിലേക്കും കൊൽക്കത്തയിലേക്കും യാത്ര ചെയ്തു. ഈ യാത്രകൾ അദ്ദേഹത്തിന് വലിയ പ്രചോദനമായി. പാരച്യൂട്ട് വെളിച്ചെണ്ണ ചില്ലറ വിൽപ്പന വിപണിയിൽ വലിയ വിജയമാകുമെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. പാരച്യൂട്ടിന്റെ വിജയഗാഥയിലെ ഏറ്റവും നിർണായകമായ ഘട്ടം അതിന്റെ പാക്കേജിംഗിലെ മാറ്റമായിരുന്നു. 1970കളിൽ വെളിച്ചെണ്ണ പ്രധാനമായും ടിന്നുകളിലാണ് വിറ്റിരുന്നത്. ടിന്നുകൾക്ക് തുരുമ്പ് പിടിക്കാനുള്ള സാധ്യതയും ഭംഗിയില്ലായ്മയും ഹർഷ് മാരിവാലയെ അലട്ടി. ഒരു പ്രീമിയം ബ്രാൻഡ് എന്ന നിലയിൽ പാരച്യൂട്ടിന് ആകർഷകമായ പാക്കേജിംഗ് വേണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അക്കാലത്ത് പ്ലാസ്റ്റിക് കുപ്പികളിൽ വെളിച്ചെണ്ണ വിൽക്കാൻ ചിലർ ശ്രമിച്ചിരുന്നു. എന്നാൽ എലികൾ ഈ കുപ്പികൾ കടിച്ചു നശിപ്പിക്കുകയും എണ്ണ ചോർന്ന് മറ്റ് സാധനങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുകയും ചെയ്തതിനാൽ വ്യാപാരികൾക്ക് ഇത് വലിയ നഷ്ടമുണ്ടാക്കി. അതുകൊണ്ട് പ്ലാസ്റ്റിക് കുപ്പികളോട് വ്യാപാരികൾക്ക് വലിയ ഭയമുണ്ടായിരുന്നു. ഹർഷ് മാരിവാലയും സംഘവും ഈ പ്രശ്നം പഠിക്കാൻ തുടങ്ങി. പഴയ പ്ലാസ്റ്റിക് കുപ്പികൾ ചതുരാകൃതിയിലുള്ളതായിരുന്നു. അതുകൊണ്ട് എലികൾക്ക് എളുപ്പത്തിൽ കടിച്ചു പിടിക്കാനും നശിപ്പിക്കാനും കഴിഞ്ഞു. റാൻബാക്സിയിൽ നിന്ന് RV ബിന്ദു മാധവനെ ഹർഷ് മാരിവാല തന്റെ ടീമിലേക്ക് കൊണ്ടുവന്നു. ബിന്ദു മാധവനും സംഘവും ഈ പ്രശ്നത്തിന് ഒരു ലളിതമായ പരിഹാരം കണ്ടെത്തി. മികച്ച നിലവാരമുള്ള പ്ലാസ്റ്റിക്കിൽ നിർമ്മിച്ച വൃത്താകൃതിയിലുള്ള കുപ്പികൾ. വൃത്താകൃതിയിലുള്ളതിനാൽ എലികൾക്ക് കുപ്പിയിൽ കടിച്ചു പിടിക്കാൻ കഴിയില്ല. അതിനാൽ അവയ്ക്ക് കുപ്പികൾ നശിപ്പിക്കാനും കഴിയില്ല. കൂടാതെ ചോർച്ചയില്ലാത്ത പാക്കേജിംഗ് ഉറപ്പാക്കാനും ഹർഷ് മാരിവാല ടീമിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ വ്യാപാരികൾക്ക് ഇപ്പോഴും സംശയമുണ്ടായിരുന്നു. എലികൾ കടിക്കില്ലെന്ന് അവർക്ക് വിശ്വാസമുണ്ടായിരുന്നില്ല. ഈ പ്രശ്നം പരിഹരിക്കാൻ ഹർഷ് മാരിവാലയുടെ ടീം ഒരു പരീക്ഷണം നടത്തി. 8 മുതൽ 10 പാരച്യൂട്ട് കുപ്പികൾ ഒരു കൂട്ടിൽ എലികളോടൊപ്പം 2 ദിവസത്തേക്ക് അടച്ചു. 2 ദിവസത്തിന് ശേഷം കുപ്പികൾക്ക് ഒരു കേടുപാടും സംഭവിച്ചിരുന്നില്ല. ഈ വാർത്ത പതുക്കെ പ്രചരിക്കുകയും പാരച്യൂട്ടിന്റെ പ്ലാസ്റ്റിക് കുപ്പികൾ കടകളിൽ നിറയാൻ തുടങ്ങുകയും ചെയ്തു. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ പാരച്യൂട്ട് വെളിച്ചെണ്ണ വിപണിയിലെ 1-ാം നമ്പർ ബ്രാൻഡായി മാറി. ഈ പാക്കേജിംഗ് മാറ്റം പാരച്യൂട്ടിന്റെ വിപണി വിഹിതം 15% നിന്ന് 50% ഉയർത്തി. പാരച്യൂട്ടിന്റെയും സഫോളയുടെയും വിജയത്തിന് ശേഷം 1990 ഹർഷ് മാരിവാല മാരിക്കോ എന്ന പുതിയ കമ്പനി സ്ഥാപിച്ചു. കുടുംബത്തിന്റെ പിന്തുണയോടെ ആരംഭിച്ച മാരിക്കോ അതിവേഗം FMCG മേഖലയിലെ ഒരു പ്രമുഖ ശക്തിയായി മാറി. തുടക്കത്തിൽ ഭക്ഷ്യ എണ്ണകളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചതെങ്കിലും പിന്നീട് ഹെയർ കെയർ, മെൻസ് ബ്യൂട്ടി പ്രൊഡക്ട്സ്, ഹെൽത്ത് ഫുഡ്സ്, സ്കിൻ കെയർ, ഫാബ്രിക് കെയർ തുടങ്ങിയ മേഖലകളിലേക്ക് മാരിക്കോ തങ്ങളുടെ ഉൽപ്പന്ന നിര വികസിപ്പിച്ചു. ലിവോൺ, സെറ്റ്വെറ്റ്, മെഡികെയർ, നിഹാർ, റിവൈവ്, സഫോള, ഫിറ്റിഫൈ തുടങ്ങിയ ബ്രാൻഡുകൾ മാരിക്കോയുടെ കുടക്കീഴിൽ വളർന്നു. ഇന്ത്യ കൂടാതെ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും 25-ലധികം രാജ്യങ്ങളിലേക്ക് മാരിക്കോ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്നു. മാരിക്കോയുടെ വരുമാനത്തിന്റെ ഏകദേശം 23% അന്താരാഷ്ട്ര ബിസിനസ്സിൽ നിന്നാണ്. പാരച്യൂട്ടിന്റെ വിജയത്തിന് പിന്നിൽ ശക്തമായ വിപണന തന്ത്രങ്ങൾ ഉണ്ടായിരുന്നു. ശുദ്ധത, തെളിച്ചം, സുഗന്ധം, പാരമ്പര്യം എന്നീ 4 വാല്യൂസ് അടിസ്ഥാനമാക്കിയാണ് പാരച്യൂട്ടിന്റെ ബ്രാൻഡ് ഐഡന്റിറ്റി കെട്ടിപ്പടുത്തത്. ഈ വാല്യൂസിന് ഒരു യൂണിവേഴ്സൽ അട്രാക്ഷൻ ഉണ്ടായിരുന്നു. നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഒരുപോലെ ശക്തമായ വിതരണ ശൃംഖല പാരച്യൂട്ടിനുണ്ട്. സൂപ്പർ മാർക്കറ്റുകൾ, പലചരക്ക് കടകൾ, കോസ്മെറ്റിക് സ്റ്റോഴ്സ് എന്നിവിടങ്ങളിൽ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കി ഇത് വലിയൊരു കസ്റ്റമർ ബേസിലേക്ക് എത്താൻ സഹായിച്ചു.
ഓൺലൈൻ ഷോപ്പിംഗിന്റെ വളർച്ച മനസ്സിലാക്കി ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിലും പാരച്യൂട്ട് തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിച്ചു. കടകളിൽ ഷാംപൂ, മറ്റ് ഹെയർ കെയർ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ അടുത്തായി പാരച്യൂട്ട് ഉൽപ്പന്നങ്ങൾ സ്ഥാപിക്കുന്നത് ഉപഭോക്താക്കളുടെ ശ്രദ്ധ ആകർഷിക്കാനും ഉടനടി വാങ്ങലുകൾക്ക് പ്രേരിപ്പിക്കാനും സഹായിച്ചു. പുതിയ വിപണികളിൽ പ്രവേശിക്കുമ്പോഴും പുതിയ ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കുമ്പോഴും പാരച്യൂട്ട് പലപ്പോഴും ലോ പ്രൈസിംഗ് സ്ട്രാറ്റജി ഉപയോഗിച്ചു. പിന്നീട് ഉയർന്ന നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ന്യായമായ വിലയിൽ നൽകുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. കോമ്പറ്റീറ്റീവ് പ്രൈസിംഗും ഉൽപ്പന്ന നിരയിലെ വൈവിധ്യവും ഉപഭോക്താക്കളെ ആകർഷിച്ചു. ടെലിവിഷൻ, പ്രിന്റ്, ഡിജിറ്റൽ മീഡിയ എന്നിവയിലൂടെയുള്ള പരസ്യങ്ങൾ പാരച്യൂട്ടിന്റെ പ്രചാരത്തിന് വലിയ സംഭാവന നൽകി. ദീപിക പദുക്കോൺ, ദിയ മിർസ, യുവരാജ് സിംഗ്, ശ്രീശാന്ത് തുടങ്ങിയ പ്രമുഖരെ ബ്രാൻഡ് അംബാസഡർമാരാക്കി. ഹോളി പോലുള്ള ആഘോഷങ്ങൾക്ക് മുമ്പും ശൈത്യകാലത്തും പരസ്യങ്ങൾ വർദ്ധിപ്പിച്ചു. 1 അവർ ചമ്പിക്കിയ, ഷാംപൂ ചെയ്യുന്നതിന് 1 മണിക്കൂർ മുമ്പ് എണ്ണ തേച്ചോ, ഇതുപോലുള്ള പ്രചാരണങ്ങൾ എണ്ണ തേക്കുന്നതിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചു. ഗ്രാമീണ മേഖലകളിൽ വാൻ ക്യാമ്പയിനുകൾ പോലുള്ള പ്രചാരണങ്ങളും നടത്തി. കാലത്തിനനുസരിച്ച് പാരച്യൂട്ട് തങ്ങളുടെ ഉൽപ്പന്ന നിരയിൽ പുതുമകൾ കൊണ്ടുവന്നു. വെറും വെളിച്ചെണ്ണ എന്നതിലുപരി വിറ്റാമിനുകളും മറ്റ് പ്രകൃതിദത്ത ചേരുവകളും ചേർത്തു എന്ന് അവകാശപ്പെട്ട് പാരച്യൂട്ട് അഡ്വാൻസ്ഡ് ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കി. ഇത് മൂല്യവർദ്ധിത ഹെയർ കെയർ ഉൽപ്പന്നങ്ങൾ തേടുന്ന ഉപഭോക്താക്കളെ ആകർഷിച്ചു. പാരച്യൂട്ട് അഡ്വാൻസ്ഡ് ജാസ്മിൻ ഹെയർ ഓയിൽ, പാരച്യൂട്ട് അഡ്വാൻസ്ഡ് അലോവേര, ഒനിയൻ, ആംല, തുളസി, ചെമ്പരത്തി തുടങ്ങിയ പ്രകൃതിദത്ത ചേരുവകൾ ചേർത്ത എണ്ണകൾ എന്നിവ ഈ വിഭാഗത്തിൽ പെടുന്നു. പാരച്യൂട്ട് ഗോൾഡ് പോലുള്ള പ്രീമിയം ഉൽപ്പന്നങ്ങളും അവതരിപ്പിച്ചു. പാരച്യൂട്ട് അഡ്വാൻസ്ഡ് വെളിച്ചെണ്ണ വെറും മുടിയുടെ സംരക്ഷണത്തിനപ്പുറം ബന്ധങ്ങളെ പരിപോഷിപ്പിക്കുന്ന ഒരു വൈകാരിക ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചു. തോട ലവ് ജതാവോ, കുറച്ച് സ്നേഹം പ്രകടിപ്പിക്കൂ എന്ന പ്രചരണത്തിലൂടെ എണ്ണ തേക്കുന്നത് സ്നേഹവും പരിചരണവും പ്രകടിപ്പിക്കാനുള്ള ഒരു മാർഗമായി അവതരിപ്പിച്ചു. പാരച്യൂട്ടിന്റെ വിജയയാത്രയിൽ വെല്ലുവിളികളും കുറവായിരുന്നില്ല. പാരച്യൂട്ട് വെളിച്ചെണ്ണയാണ് ഏറ്റവും അറിയപ്പെടുന്ന ഉൽപ്പന്നം. ഇത് ഹെയർ കെയർ, വെൽനസ് ഉൽപ്പന്നങ്ങളിലെ ബ്രാൻഡ് ഇമേജിനെ ബാധിച്ചേക്കാം എന്നൊരു ധാരണയുണ്ടായിരുന്നു. FMCG മേഖലയിലെ കടുത്ത മത്സരം പാരച്യൂട്ടിന് ഒരു വെല്ലുവിളിയായിരുന്നു. വലിയ കോർപ്പറേറ്റുകളും പുതിയ ഓർഗാനിക് ബ്രാൻഡുകളും വിപണിയിൽ സജീവമായിരുന്നു. പേഴ്സണൽ കെയർ പ്രൊഡക്ട്സിന്റെ വിപുലമായ ശ്രേണി വാഗ്ദാനം ചെയ്യുന്ന മറ്റ് കമ്പനികളുമായി താരതമ്യം ചെയ്യുമ്പോൾ പാരച്യൂട്ടിന്റെ ഉൽപ്പന്ന നിര പരിമിതമായിരുന്നു. വെളിച്ചെണ്ണ വിപണിയെ അമിതമായി ആശ്രയിക്കുന്നത് ഉപഭോക്തൃ മുൻഗണനകളിലെ മാറ്റങ്ങൾക്കും അസംസ്കൃത വസ്തുക്കളുടെ വിലയിലെ വ്യതിയാനങ്ങൾക്കും ബ്രാൻഡിനെ ദുർബലമാക്കി. പ്രാദേശിക മത്സരവും നിയമപരമായ ആവശ്യകതകളും അന്താരാഷ്ട്ര വിപണിയിൽ പ്രവേശിക്കുന്നത് ബുദ്ധിമുട്ടാക്കി. അർഗൻ, ബദാം, ജോജോബ ഓയിലുകൾ പോലുള്ള മറ്റ് എണ്ണകൾക്ക് പ്രിയം വർദ്ധിച്ചത് പാരച്യൂട്ടിന് ഒരു വെല്ലുവിളിയായിരുന്നു. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന FMCG മേഖലയിൽ നൂതന ഉൽപ്പന്നങ്ങൾ വേഗത്തിൽ അവതരിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. സമീപകാലത്ത് പാരച്യൂട്ട് വെളിച്ചെണ്ണയ്ക്ക് ഹലാൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന വ്യാജ പ്രചാരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നടന്നിരുന്നു. എന്നാൽ മാരിക്കോ കമ്പനി ഇത് നിഷേധിക്കുകയും പ്രചരിക്കുന്നത് വ്യാജ ചിത്രങ്ങളാണെന്നും വ്യക്തമാക്കുകയും ചെയ്തു. വെളിച്ചെണ്ണ പോലുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഹലാൽ സർട്ടിഫിക്കേഷൻ ആവശ്യമില്ലെന്ന് മതപണ്ഡിതരും വ്യക്തമാക്കിയിരുന്നു. ഏകദേശം 20 വർഷത്തോളം നീണ്ട ഒരു നിയമ പോരാട്ടമായിരുന്നു വെളിച്ചെണ്ണയെ ഭക്ഷ്യ എണ്ണയായി കണക്കാക്കണോ അതോ ഹെയർ ഓയിലായി കണക്കാക്കണോ എന്നതിനെക്കുറിച്ചുള്ള തർക്കം. എക്സൈസ് തീരുവയുമായി ബന്ധപ്പെട്ട ഈ കേസ് സുപ്രീം കോടതിയിലെത്തി. 2024 ഡിസംബറിൽ സുപ്രീം കോടതി ഈ വിഷയത്തിൽ വ്യക്തത വരുത്തി. ഉൽപ്പന്നം എങ്ങനെ ലേബൽ ചെയ്യുകയും വിപണനം ചെയ്യുകയും ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അതിന്റെ തരംതിരിവ് എന്ന് കോടതി വ്യക്തമാക്കി. ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന വെളിച്ചെണ്ണ ഭക്ഷ്യ എണ്ണയായും സൗന്ദര്യവർദ്ധക മാനദണ്ഡങ്ങൾ പാലിക്കുന്ന വെളിച്ചെണ്ണ ഹെയർ ഓയിലായും കണക്കാക്കും. ചെറിയ പാക്കറ്റുകളിൽ വിൽക്കുന്നത് കൊണ്ട് മാത്രം ഒരു വെളിച്ചെണ്ണ ഹെയർ ഓയിൽ ആകില്ലെന്നും കോടതി പറഞ്ഞു. ഈ വിധി മാരിക്കോ ലിമിറ്റഡിന് അനുകൂലമായിരുന്നു. ഇന്ന് പാരച്യൂട്ട് വെളിച്ചെണ്ണ ഇന്ത്യയിലെ ഏറ്റവും വലിയ വെളിച്ചെണ്ണ ബ്രാൻഡാണ്. 53% വിപണി വിഹിതവുമായി ഇത് ഈ വിഭാഗത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നു. ശുദ്ധതയും ഗുണമേന്മയും എന്ന വാഗ്ദാനം നിലനിർത്തിക്കൊണ്ട് പാരച്യൂട്ട് തലമുറകളിലൂടെ ഉപഭോക്താക്കളുടെ വിശ്വാസം നേടിയെടുക്കുകയും നിലനിർത്തുകയും ചെയ്തു. മാരിക്കോയുടെ സ്ഥാപകനായ ഹർഷ് മാരിവാലയുടെ ദീർഘവീക്ഷണവും പാക്കേജിംഗിലെ നൂതന ആശയങ്ങളും ശക്തമായ വിപണന തന്ത്രങ്ങളും കസ്റ്റമർ സെൻട്രിക് അപ്രോച്ചുമാണ് പാരച്യൂട്ടിനെ ഒരു സാധാരണ ഉൽപ്പന്നത്തിൽ നിന്ന് ഒരു പ്രമുഖ ബ്രാൻഡാക്കി മാറ്റിയത്. വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റാനുള്ള കഴിവ് പാരച്യൂട്ടിന്റെ വിജയത്തിന് പ്രധാന കാരണമായി. ഒരു FMCG ബ്രാൻഡ് എങ്ങനെയാണ് കാലത്തിനനുസരിച്ച് മാറുകയും ഉപഭോക്താക്കളുടെ ഹൃദയത്തിൽ ഇടം നേടുകയും ചെയ്യുന്നത് എന്നതിന്റെ മികച്ച ഉദാഹരണമാണ് പാരച്യൂട്ട് വെളിച്ചെണ്ണയുടെ കഥ. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ജയ് ഹിന്ദ്.